രണ്ടാഴ്ച കൂടുമ്പോഴോ മാസത്തിലൊരിക്കലൊക്കെ ഒരു സൗഹൃദ സന്ദർശനം നടത്തുന്ന ഒരു മൂത്തുമ്മ ഉണ്ട് കേട്ടോ എനിക്ക്. ആ വരുമ്പോൾ തന്നെ ഉള്ളി തൊലിക്കാണ്ടോന്ന് ചോദിച്ചാൽ വരിക കേട്ടോ. അപ്പോൾ എടുത്ത് വെച്ച് ഉള്ളിയൊക്കെ നന്നായി തൊലിച്ച് തരുവേ. അപ്പോൾ ഞാനത് എടുത്ത് ചതച്ച് വെക്കും. അത് തീരാനാകുമ്പോൾ മൂത്തുമ്പോൾ പിന്നെയും വരും കേട്ടോ, ഇടയ്ക്കിങ്ങനെ വരും. അപ്പോൾ വരുമ്പോൾ അവരോട് ഓരോ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും കേട്ടോ. ഞാൻ തൊലിക്കാൻ ഞാനും കൂടി കൊടുക്കും. ഞാൻ ഇതേ നമുക്ക് അങ്ങനെ തൊലിച്ച് കിട്ടിയ വലിയ കിട്ടലാണല്ലേ, കുറേ ദിവസത്തിന് ഇതിങ്ങനെ ചതച്ച് ഉപ്പിട്ട് ചതച്ച് ഞാൻ ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യാറുള്ളത്. നമ്മൾ ആവശ്യാനുസരണം അങ്ങനെ എടുക്കും കേട്ടോ. മൂത്തുമ്മ പറഞ്ഞു തന്ന രീതിയിലുള്ളൊരു ചേനക്കറീൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഞാനിതേ മൂത്തമ്മയോട് സംസാരിച്ചുകൊണ്ടിരുന്നൊരു ചേന ചെത്തുമ്പോൾ മൂത്തമ്മ പണ്ട് പറഞ്ഞു നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ നല്ലൊരു മുനിയാറ് വെച്ച് നോക്കിയാൽ നല്ല രസമാണെന്നൊക്കെ പറഞ്ഞിട്ടോ. അവർ പറയുമ്പോൾ തന്നെ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ അതിന് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ എന്താണ് വെളുത്തുള്ളി ചതച്ചിട്ടു കേട്ടോ. 4 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് തക്കാളി, പച്ചമുളക്, ഒരു തക്കാളി പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തു. നല്ലതുപോലെ വേവിച്ചെടുത്തു കേട്ടോ. വെന്തതേ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് മെല്ലെ ഉടച്ച് കൊടുക്കുക. കുറച്ച് കനത്തിലും കട്ടിയിലൊക്കെ അരിയണം എന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ ചേന വെന്തൊന്ന് മെല്ലെ ഉടച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വേവ് കുറവാണ് ചേനയ്ക്ക്. അപ്പോൾ നമ്മൾ ചെറിയുള്ളി കറിവേപ്പില ഇട്ട് കറിവിട്ട് ഇതിലേക്ക് ഇട്ടാൽ മതി. നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു വാസനയൊക്കെ നല്ലൊരു കറി കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരാണ് ഉണ്ടാക്കി നോക്കണേ.